നിങ്ങൾക്ക് കൂന്തൽ ഇഷ്ടമാണോ എങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കൂന്തൽ ബിരിയാണി. അപ്പോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് കൂന്തൽ നന്നാക്കി കഴുകി വൃത്തിയാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൂന്തലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഒരു 3-4 വിസിലിന് ശേഷം കൂന്തൽ നല്ലോണം വെന്തിട്ടുണ്ടാവും. ആ ടൈമിൽ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ കൂന്തൽ അതിലിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സബോള ഇടാം. സബോള ബ്രൗൺ കളർ ആയതിനു ശേഷം കുറച്ച് തക്കാളി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പാൻ അടച്ചു വെച്ച് വേവിക്കുക. അത് വേവണ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, പെരിഞ്ചീരകം ഇവ മിക്സിയിലിട്ട് അരച്ചിട്ട് അത് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിന്റെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് ഒരു മാഗി ക്യൂബ് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല എന്നിവ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയതിനു ശേഷം ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഇതിലേക്ക് ഇടാം. അതിനുശേഷം പാൻ മൂടി വെച്ചിട്ട് വേവിക്കുക. അത് വേവണ നേരം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് പരിപാടി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് സബോള, പച്ചമുളക്, കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക, കുറച്ച് ഉപ്പൂടാം. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ആ ടൈമിൽ കൂന്തലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മെത്തി, തൈര്, ചെറുനാരങ്ങ ഇവ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറ് അവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ദമ്മിടാം. ദമ്മിലേക്ക് കുറച്ച് ഓനിയൻ ഫ്രൈ, മല്ലിച്ചപ്പ്, മഞ്ഞൾപ്പാല്, ഗരം മസാല, നെയ്യ് ഇവ ചേർത്തിട്ട് ദമ്മിട്ടിട്ട് 10-15 മിനിറ്റ് അടച്ചു വെക്കും. അത് കഴിഞ്ഞ് ദമ്മ് പൊട്ടിക്കുമ്പോഴുള്ള ഒരു മണം ചെമ്മീൻ ബിരിയാണി ഒക്കെ ദൂരെ ഇരിക്കട്ടോ. നോക്കി അതിന്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ടേസ്റ്റ് എന്തായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടാ.